ഹായ് ഹലോ, ഒരു സ്ലോ മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിക്കാക്ക് ഓഫീസില്ല, മക്കൾക്ക് സ്കൂളും ഇല്ല. ഇപ്പോഴേ ഇക്ക റെഡിയായി ജിമ്മിന് പോവുകയാണ്. ഇപ്പോൾ സമയം 6:45. മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ മക്കൾ സ്കൂളിലെത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇക്ക റെഡിയായി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇക്ക നേരെ ജിമ്മിലേക്ക് പോവുകയാണ്. അപ്പം മക്കൾസ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വീടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. എന്നാലേ അവർ ഉണർന്ന ശേഷം വീണ്ടും അവർക്ക് വീടെടുത്ത് തലതിരിച്ച് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് മീ ടൈമൊക്കെ ആസ്വദിച്ച് നമുക്ക് ആരാംസെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഒരു ചായ ഇടണം. ചായ ഞാൻ ഇപ്പോഴേ ഇടില്ല, വീട് ക്ലീൻ ചെയ്ത ശേഷം ഇക്ക വരാറാവുന്ന സമയമാകുമ്പോഴേക്കും ചായ ഇട്ടിട്ട് അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാമല്ലോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടുത്തെ സ്കൂൾ ടൈമൊക്കെ കുറച്ച് നേരത്തെ ആയതുകൊണ്ടും 6:45 ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും രാവിലെയൊക്കെ. അപ്പോൾ ഇന്നാണ് ഒരു ഫ്രീ ടൈം. ഇന്ന് സൺഡേ അല്ല, ഇന്ന് രക്ഷാബന്ധൻ ആയതുകൊണ്ട് അതിൻ്റെ ഹോളിഡേ ആണ് ഇക്കാക്കും മക്കൾക്കും. അപ്പോഴേക്കും വെട്ടമടിച്ചപ്പോൾ സെഹർ ബേബി എണീറ്റു. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തു, മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി. ഗുഡ് മോർണിംഗ്. ഇനി നമുക്കൊരു ചായ ഇടാം. ഞാനിന്ന് വ്ളോഗ് എടുക്കാൻ റീസൺ, ഇന്നലെ ഇക്ക കുറേ മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ എടുത്തു. നീ എന്താ വ്ളോഗ് ചെയ്യാത്ത, വ്ളോഗ് എടുക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇന്ന് എന്തായാലും വ്ളോഗ് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇക്കയുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വ്ളോഗ് എടുക്ക് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കരുതി ഓക്കെ വീണ്ടും ആ ട്രാക്കിലേക്ക് വരാമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഒപ്പം നിൽക്കണം. അപ്പോൾ അടുത്ത പരിപാടി ഇനി ബ്രേക്ക്ഫാസ്റ്റ്. എന്നും രാവിലെ എണീറ്റ് ഇന്നെന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് 1 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ദോശയ്ക്കും അപ്പത്തിനും ആട്ടി വെച്ചു. അതുകൊണ്ട് ഇന്ന് ആ ടെൻഷനില്ല. കൂടെ ഞാൻ കറിയായിട്ട് കടലക്കറിയും പനീർ ബട്ടർ മസാലയുമാണ് തയ്യാറാക്കുന്നത്. ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കാം, അപ്പം വേണ്ടവർക്ക് അപ്പം കഴിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മിനി വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ നല്ല ചൂടപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്ക ജിമ്മിൽ നിന്ന് വന്നു, സാക്കിമോൻ ഉണർന്നു. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ബുക്കെടുത്ത് മുഖം മറിച്ച സാക്കിമോൻ ഇരിക്കുന്നു. അപ്പോൾ സെഹർ ബേബിയുടെ വാപ്പച്ചിയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും